പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്ന് വിവരം. കാറ് സിനിമാ താരത്തിൻ്റെതാണ് എന്നാണ് സംശയം. കാർ സഞ്ചരിച്ച വഴികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. അതേസമയം രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ മുങ്ങിയ ദിവസത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിനിടെ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നുവെന്ന വാർത്ത പോലീസ് തള്ളി. രാഹുൽ ഒളിവിലെന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കമെന്നും വിലയിരുത്തൽ. തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തും. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോഴും അന്വേഷണ സംഘം പാലക്കാട് തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അന്വേഷണ സംഘം ഇപ്പോഴും പാലക്കാട് തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞത് ഒരു ചുവന്ന പോളോ കാറിലാണ് എന്നുള്ള വിവരങ്ങളിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിൻ്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല രാഹുലിൻ്റെ ഡ്രൈവറെയും പേഴ്സണൽ സ്റ്റാഫിനെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും അവരിൽ നിന്നാണ് നിർണായക വിവരം ലഭിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ചുവന്ന പോളോ കാറിൽ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളത്. ആ കാറാണെങ്കിൽ ഒരു സിനിമാ നടിയുടേതാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഇതിനൊപ്പം നടത്തുന്നുണ്ട് എന്നുള്ള വിവരവുമുണ്ട്. കാരണം ഈ ഫ്ളാറ്റിൽ CCTV ദൃശ്യങ്ങൾ, ചുവന്ന കാറിൽ കടന്നു കളയുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ DVR എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്നും ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. തുടർന്ന് DVR അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫ്ളാറ്റിൻ്റെ കെയർടേക്കറെ സ്വാധീനിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിലവിൽ അന്വേഷണ സംഘം ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. കാർ സഞ്ചരിച്ച വഴികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വ്യാഴാഴ്ച വൈകിട്ടോടുകൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കടന്നു കളഞ്ഞത്. ആ സമയത്താണ് ഈ കാർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതും കൃത്യമായിട്ട് തന്നെ ഈ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള രാഹുലിൻ്റെ ശ്രമമാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. നിലവിൽ ഏതായാലും രാഹുൽ ബംഗളൂരുവിലേക്ക് ഉൾപ്പെടെ കടന്നു കളഞ്ഞതായിട്ടുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം രാഹുലിൻ്റെ നിരവധി സുഹൃത്തുക്കൾ ബംഗളൂരുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവും അതുപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ഇപ്പോൾ 5 ദിവസമായി. പക്ഷേ രാഹുലിനെ കണ്ടെത്താനോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനോ ഒന്നും അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ ആണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് രാഹുലിൻ്റെ അറസ്റ്റ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്നുൾപ്പെടെയുള്ള വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അരുൺ, അതുപോലെ തന്നെ രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫിനെ കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? രാഹുലിന്റെ ഒപ്പം ഉണ്ടാകുമെന്നാണോ അന്വേഷണ സംഘത്തിന്റെ നിഗമനം? തീർച്ചയായിട്ടും ഈ ജോബി രാഹുലിൻ്റെ സന്തത സഹചാരി ആയതുകൊണ്ട് തന്നെ ജോബിയും രാഹുലിനൊപ്പം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും നിലവിൽ ഈ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ജോബിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ജോബിയുടെ നാടും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടാവാനുള്ള സാധ്യത അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.